പോലീസുകാർ നേരിടുന്ന പ്രതിസന്ധികൾ സമാനതകളില്ലാത്തത്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന പോലീസിലാണ്. ഈ സമ്മർദ്ദം, പ്രഷറിനെ താങ്ങാൻ കഴിയാത്ത ഈ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയതായി പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ അസോസിയേഷനുകൾക്കൊന്നും പോലീസിലായിക്കോട്ടെ, നിങ്ങൾ സിവിൽ സർവീസിലായിക്കോട്ടെ, ഇവരാരും ഇങ്ങനെ ആത്മഹത്യ നടന്നിട്ടും കൊലപാതകം നടന്നിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പൊതു നോമെന്ന് പറയുന്നത് ഈ സെലക്റ്റീവ് യൂസ് ഓഫ് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ ദുർബലപ്പെട്ട് കഴിയുമ്പോഴേക്കും സെലക്റ്റീവായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രതി ഇന്ന പക്ഷക്കാരനാണ്, അല്ലെങ്കിൽ തല്ലുകൊണ്ടയാൾ ഇന്ന പക്ഷക്കാരനാണെന്നുള്ള നിലയിൽ നിയമം വിഭിന്നമായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം മുഴുവൻ വീക്കാവുമല്ലോ. ഇപ്പോൾ സിസ്റ്റം, ഇപ്പോൾ ഞാൻ ഒരു റെഫറൻസ് ഇല്ലാതെ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇതിൻ്റെ. ഇത് ശരിക്കും നടന്നൊരു കാര്യമാണ്. ഞാൻ ആരോട് പറഞ്ഞു ആര് പറഞ്ഞു എന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതെന്നോട് പറഞ്ഞത് ഒരു റിട്ടയർ ചെയ്തു പോയ ഒരു DGP ആണ്. അപ്പോൾ അദ്ദേഹം ഒരു സമയത്ത്, ഏത് കാലമൊന്നും ഞാൻ പറയുന്നില്ല, അപ്പോൾ ഈ റൂൾ ഓഫ് ലോ പാലിക്കുന്ന ഒരു ഭരണാധികാരി റൂൾ ഓഫ് ലോ അത്ര ഗവനിക്കേണ്ടെന്ന് വിചാരിക്കുന്ന ആളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയെന്ന് പറയുന്നത്, ഒരു വടക്കൻ ജില്ലയിൽ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ സംഘർഷമുള്ളൊരു സ്ഥലത്ത് ഒരു കട തീ വയ്ക്കപ്പെടുന്നു. അപ്പം അവിടുത്തെ രാഷ്ട്രീയ സംഘർഷത്തിനെക്കുറിച്ച് ഈ ഇൻ്റലിജൻസുകാർ ഒരു ബ്രീഫിംഗ് കൊടുക്കുമല്ലോ. അപ്പോൾ അവരുടെ മന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് PDAയിൽ കടയ്ക്ക് തീ വെച്ചു, സോറി ടു സേ, പക്ഷേ അത് സാറിൻ്റെ പാർട്ടിക്കാരാണ് തീ വെച്ചതിൻ്റെ പുറകിൽ എന്ന് പറയുന്നു. അപ്പോൾ ഉടനടി ഭരണാധികാരി ചോദിക്കുന്നു, അത് ഞാൻ അന്വേഷിച്ചല്ലോ, അങ്ങനെയല്ലല്ലോ, ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഇൻ്റലിജൻസ് മേധാവി ഇടിം, കാരണം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എൻ്റെ അഭിമുഖത്തിൽ വന്നതാണോ? എൻ്റെ അഭിമുഖത്തിൽ അപ്പൊ അവിടെ നടക്കുന്ന ഡൈനാമിക്സ് എന്താന്ന് വെച്ചാൽ, അടുത്ത വട്ടം അപ്പം ഇവരോട് ഭരണാധികാരി ചോദിക്കും, അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് സംഭവിച്ചതല്ലേ? അതെ, പ്രശ്നം കഴിഞ്ഞു. എൻ്റെ ഒരു വലിയ വിവാദമായി. അല്ല, ഞാൻ ആളുടെ പേരൊന്നും പറഞ്ഞില്ല, ഞാൻ എവിടെയോ റെഫർ ചെയ്ത് ഞാൻ കേട്ടതാണ്. അവസാനം ശ്രീലേഖയ്ക്ക് ഭയങ്കരമായിട്ട് നല്ല രസകരമായ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതേ ഇവിടെ ഇരുന്ന, എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, അവസാനം ശ്രീലേഖ ഈ നല്ലതായിരുന്നു, ഭയങ്കര ബോൾഡ് ഓഫീസർ എന്ന പേരൊക്കെ വന്ന സ്ഥാനാർത്ഥിയായതാണ്. പക്ഷേ ശ്രീലേഖയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു. എന്തിന്? ഞാനൊരു ആവേശത്തിനൊക്കെ പറഞ്ഞതാണ്. അല്ല, ഇതിൽ പറയാം മാപ്പ് പറയാൻ എന്താ പറഞ്ഞവർ. ഇത് പൊതു സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പോൾ അത് വളരെ വിഖ്യാതമായിട്ടുള്ള പല ഈ അധികാരത്തിനെ എൻ്റെ അനാറ്റമി കാണിച്ച പല ചിത്രങ്ങളിലും ഇതുപോലെ തന്നെയുണ്ട്. പെർസുവേസീവ് പവർ, പെർസുവേഷൻ്റെ നെഗറ്റീവ് സെൻസ് ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അത് തൽക്കാലത്തേക്ക് ആ വിഷയം അസ്തമിക്കും.